സെക്രട്ടേറിയറ്റിന് നടയിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നത് പാലക്കാട് ശിവരാജനാണ്. അദ്ദേഹം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. വളരെ ക്ഷീണിതനാണെങ്കിലും ആത്മാർത്ഥമായി തന്നെ ഈ BJPയുടെ സത്യാഗ്രഹം വിജയിപ്പിക്കുന്നതിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്ന് നമുക്ക് കേൾക്കാം. സാർ, ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിൻ്റെ സുപ്രീം കോടതിയിലെ വിധിയുടെ പേരിൽ ശബരിമലയെ തകർക്കാനും ശബരിമലയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനും ശ്രമിക്കുന്ന പിണറായി വിജയനെന്ന ഏകാധിപതിയുടെ രാഷ്ട്രത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് BJP നടത്തുന്നത്. ഈ പോരാട്ടം പിണറായി വിജയൻ എന്ന ഏകാധിപതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ശബരിമലയെ സംരക്ഷിക്കാൻ അവസാനത്തെ BJP RSS പ്രവർത്തകർ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ പോരാടും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തന്നെ ഞങ്ങൾ ഉന്മൂലനാശം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാണ്. ഈ സമരം ധർമ്മസമരമാണ്. കേരളത്തിലെ ജനകീയ സമരമാണ്. കേരളത്തിലെ വിശ്വാസികൾ വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ സമരമാണ്. ഈ സമരത്തിന് ഇന്നല്ലെങ്കിൽ നാളെ വിജയം ഉറപ്പാണ്. BJP ഭരിച്ചിട്ടും എന്തുകൊണ്ട് സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചു? അതിൻ്റെ ഇതിനെ മനസ്സിലാക്കില്ലേ, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ലോകാരാധ്യനായ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന BJP ഗവൺമെൻറ് ജുഡീഷ്യൽ കാര്യങ്ങളിൽ കൈ കടത്തുകയില്ല. സ്വതന്ത്രമായി നിലപാടെടുക്കാൻ ജുഡീഷ്യർക്കും സുപ്രീം കോടതിക്കും കോടതികൾക്കും അവകാശമുണ്ട് എന്നൊരൊറ്റ കാര്യമാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. ഈ നാളത്തെ മതിലിനെ പറ്റി എന്ത് പറയുന്നു താങ്കൾ? ആ മതിൽ ഒരു തറവാട്ടിൽ പിറന്ന ഒരച്ഛനും അമ്മയ്ക്കും പിറന്ന ഒരു വനിതകളും ഈ മതിലിൽ പങ്കെടുക്കില്ല. തറവാട്ടിൽ പിറക്കാത്ത ആളെ പങ്കെടുക്കുന്ന ഒരു തറവാട്ടിൽ പിറന്ന ഒരാളും പങ്കെടുക്കുന്ന പ്രശ്നമില്ല. സ്കൂളിൽ കൊടുത്തും പേടിപ്പിച്ചും ഗവൺമെൻറ് മിഷനറി മുഴുവൻ ഉപയോഗിച്ചിട്ടാണ് നാളെ ഇവർ നടത്താൻ പോകുന്നത്. അതേസമയം 4 ദിവസം കൊണ്ട് ഒരു പരസ്യമോ ഒരു സാമ്പത്തിക ചിലവോ ഒന്നുമില്ലാതെ അങ്ങ് വടക്ക് മഞ്ചേശ്വരം മുതൽ പാറശാല വരെ 21 ലക്ഷം പേരെയാണ് കഴിഞ്ഞ 26-ാം തീയതി അയ്യപ്പ ജ്യോതിക്ക് വേണ്ടി 4 ദിവസം കൊണ്ട് കൂടിയതെങ്കിൽ ഈ സമരം, ഈ CPMൻ്റെ ഈ മതിൽ സമരം, വനിതാ മതിൽ സമരം പക്ക പരാജയപ്പെടും. തറവാട്ടിൽ ജനിച്ച ഒരു ഭക്തന്മാരും ഒരു വിശ്വാസികളും ഈ മതിലിൽ പങ്കെടുക്കില്ല. ഇപ്പോൾ ഗവൺമെൻറ് ശബരിമലയിൽ കയറുന്നതിനെ പറ്റി പറയുന്ന വിവരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആരെയും അകത്ത് വിടാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആരെയും തടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും വീണ്ടും സ്ത്രീകൾ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഗവൺമെൻറ്റിൻ്റെ കൈകൾ വല്ലതും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാര്യം ഉറപ്പ്, പിണറായി വിജയനല്ല കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചാലും സന്നിധാനത്ത് ഒരു വനിത 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള ഒറ്റ സ്ത്രീകൾ കയറാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഗവൺമെന്റിന്റെ സ്വാധീനം ഉപയോഗിച്ച് തീർച്ചയായിട്ടും അവർക്ക് കൊണ്ടുപോകാം. ഗവൺമെന്റിന്റെ സ്വാധീനം നോക്കാം. നമുക്ക് ഇതുവരെയൊക്കെ സാധിച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞ 2 മാസമായി പിണറായി വിജയനും കൂട്ടരും നിലക്കൊള്ളുന്നു. അത് സാധിച്ചിട്ടില്ല. ഇനി ഒരിക്കലും സാധ്യമല്ല. താങ്കൾ എന്തായിരുന്നാലും ഇത്രയും വളരെ നന്നായി ഈ സമരപന്തൽ കിടക്കുന്നു. ധാരാളം പേർ കാണുന്നുണ്ട്. ക്ഷീണിതനാണ്. ഞങ്ങൾക്ക് ഒരു ക്ഷീണമൊന്നുമില്ല. സമരം പാർട്ടി തീരുമാനിച്ചാണ്. പാർട്ടി എന്നാണോ അവസാനിപ്പിക്കാൻ ആദ്യം വരെ തോന്നി. ശരി, അടുത്ത നിയമസഭയിലോ അല്ലെന്നുണ്ടെങ്കിൽ ലോകസഭയിലോ മത്സരിക്കുവാനുള്ള ഒരു താല്പര്യമില്ല. പാർട്ടി എന്നാണോ തീരുമാനിക്കാത്ത. ഇപ്പോൾ ഞാൻ 30 വർഷമായി പാലക്കാട് നഗരസഭയിൽ ജനപ്രതിനിധിയാണ്. 6 പ്രാവശ്യം ജയിച്ചാലാണ്. CPMൻ്റെയും കോൺഗ്രസിൻ്റെയും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ട് ജയിച്ച വ്യക്തിയാണ് പാലക്കാട്. അതുകൊണ്ട് ഓരോരോ ആഗ്രഹമില്ല. പാർട്ടി എന്താണോ തീരുമാനിക്കാൻ. വളരെ നന്ദി.